Google I/O 2022 highlights. ഏറ്റവും ആദ്യം പിക്സൽ 6a ആണ് ഇറക്കിയത്. പിക്സൽ 6a നമ്മുടെ പിക്സൽ 6 പോലെ തന്നെയാണ് ഡിസൈനിലിരിക്കുന്നത്, പക്ഷേ കുറച്ചുകൂടി കുട്ടി ഫോം ഫാക്ടർ ആണ്. ഇതിൽ നമ്മൾ പിക്സൽ 6ലും 6 പ്രോയിലും കണ്ട അതേ ടെൻസർ ചിപ്സെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ചെറിയൊരു കോംപ്രമൈസ് വരുത്തിയിരിക്കുന്നത് ക്യാമറയിലാണ്. ഇതിൽ സിമിലർ ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഇതിന്റെ പ്രൈമറി ക്യാമറ പഴയ 12 MP സെൻസറാണ്. അതിനുശേഷം ഒരു പിക്സൽ ബഡ്സ് പ്രോ ഇറക്കി. പിക്സൽ ബഡ്സ് പ്രോ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പ്രീമിയം റേഞ്ചിലുള്ള ഗൂഗിൾ പിക്സൽ ബഡ്സ് ആണ്. ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും അതേപോലെ ട്രാൻസ്പെറൻസി മോഡും കൊടുത്തിട്ടുണ്ട്. പ്ലസ് മൾട്ടിപ്പിൾ ഡിവൈസിൽ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും iOSലും ആൻഡ്രോയിഡിലും എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഇയർബഡ്സ്. പിന്നീട് അവർ പിക്സൽ 7ഉം 7 പ്രോയുടെയും ഫുൾ ആയിട്ടുള്ള ഡിസൈൻ റിവീൽ ചെയ്തു. അപ്പോൾ ഏകദേശം കഴിഞ്ഞ പോലത്തെ പിക്സൽ 6ഉം 6 പ്രോയും പോലെ തന്നെയാണ് ഇതിന്റെ ഫോം ഫാക്ടർ എങ്കിലും ബാക്കിലുള്ള ക്യാമറ ആ ഒരു ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ഇപ്രാവശ്യം പിക്സൽ 7ൽ ചെറിയൊരു പില്ല് പോലത്തെ ക്യാമറ കട്ടൗട്ടും പിക്സൽ 7 പ്രോയിൽ നമുക്ക് ഏകദേശം പില്ലിൻ്റെ കൂടെ ചെറിയ ഒരു വട്ടത്തിലുള്ള ക്യാമറ കട്ടൗട്ടും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ iPhone 14 പ്രോയിൽ എക്സ്പെക്ട് ചെയ്യുന്ന സ്ക്രീനിൻ്റെ ആ ഒരു നോച്ചിൻ്റെ ആ ഒരു ഡിസൈൻ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗോൾഡ് കളറിലുള്ള ആ ഒരു മെറ്റാലിക് പ്ലസ് ഗ്ലാസ് ഫിനിഷ് വളരെ പ്രീമിയം ആയിട്ടുണ്ട് ഫോട്ടോയിൽ. എന്തായാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് ഡിസൈൻ മാത്രമാണ് റിവീൽ ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ കുറേയധികം നാളായി കാത്തിരുന്ന പിക്സൽ വാച്ചിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ. സോ പിക്സൽ വാച്ച് എന്ന് പറയുന്നത് ഐഫോണുകൾക്ക് ആപ്പിൾ വാച്ച് പോലെ ആൻഡ്രോയിഡുകൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് വാച്ച് എന്നുള്ള രീതിയിലാണ്. സോ ഇതിൻ്റെ ഡിസൈൻ ഏകദേശം വട്ടത്തിലാണ്, ചെറിയൊരു കർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കാണുന്നുണ്ട് ആൻഡ് നമുക്ക് ചെറിയൊരു ബെസലും അതിൻ്റെ ചുറ്റും കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സൈസ് എത്രയാണ് എന്ന് പറഞ്ഞില്ല, ഏകദേശം 40 mm നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഗൂഗിളും ഫിറ്റ്ബിറ്റും ആയതുകൊണ്ട് ഇത് വർക്ക് ചെയ്യാനായിട്ട് ഫിറ്റ്ബിറ്റ് ആപ്ലിക്കേഷൻ്റെ ഒരു ആവശ്യമുണ്ട്. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു UIയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫൈനലി അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ സൂചനയും കൂടെ തന്നായിരുന്നു പിക്സൽ ടാബ്ലറ്റ്. സോ പിക്സൽ ടാബ്ലറ്റ് 2023 ലോഞ്ച് ആവും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ എല്ലാ ഡിവൈസുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഫോട്ടോയിൽ അങ്ങേയറ്റത്ത് നമ്മൾ പിക്സൽ ടാബ്ലറ്റ് കാണാനായിട്ട് ഇടയുണ്ടായി. സോ ഇത് ഏകദേശം ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും. നമ്മുടെ സാംസങ്ങിൻ്റെ അൾട്രാ ടാബ്ലറ്റിൻ്റെ ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും പ്രൈസ് ചെയ്യാവുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആൻഡ്രോയിഡിലും ആപ്പിളിനെ പോലെ ഒരു എക്കോസിസ്റ്റം രാജാവാകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഗൂഗിൾ. കൂടുതൽ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യും.